നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ബേക്കിംഗ് സോഡയൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഉണ്ടാകുക. ഇതുണ്ടാക്കിയിരിക്കുന്നത് ചെറുപയർ പരിപ്പ് ഉപയോഗിച്ചിട്ടാണ്. 1 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചരി കൂടെ ചേർത്ത് ഈ ഒരു പലഹാരം ഉണ്ടായി വരുമ്പോൾ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാകും. ആദ്യം ഇതൊന്ന് 2-3 പ്രാവശ്യം നല്ല പോലെ തന്നെ കഴുകിയെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. 2 മണിക്കൂർ നേരത്തേക്കാണ് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത്. അപ്പോൾ ദാ ഇവിടെ 2 മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് കുതിർന്ന് കിട്ടണം. അതിനുശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. വെള്ളമൊന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഒരല്പം തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ഈ ഒരു പാകത്തിന് അരച്ച് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നല്ല പോലെ ഇതുപോലെ വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ച് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫോക്ക് ഉപയോഗിച്ചും ചെയ്യാം. നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നോക്കൂ, ആ ഒരു മഞ്ഞ കളറൊക്കെ മാറി നല്ല ഫ്ലഫി ആയിട്ട് ഒരു വൈറ്റിഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായി കിട്ടണം. 5 മിനിറ്റ് നേരത്തേക്ക് മാത്രം ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി നല്ല കനം കുറച്ച് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചധികം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. കുരുമുളക് പൊടിക്ക് പകരം കുരുമുളക് ക്രഷ് ചെയ്തിട്ട് ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല പോലെ തന്നെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തോളൂ. നല്ല ഫ്ലഫി ആയിട്ടാണ് കൂട്ടുണ്ടാകുക. ഇപ്പോൾ ആ ഒരു 5 മിനിറ്റ് നേരം നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പലഹാരത്തിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല പോലെ തന്നെ പൊങ്ങി കിട്ടിക്കോളും. അത്രയ്ക്ക് എയർ ഇതിലേക്ക് ഇപ്പം തന്നെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ദാ ഇതിപ്പം നന്നായിട്ട് തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ കൂട്ട് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ ചുട്ടെടുക്കാം. ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഓയിൽ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം വേണം കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. കയ്യിലൊരല്പം വെള്ളമാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതിടുമ്പോൾ എണ്ണ നല്ലപോലെ തന്നെ ചൂടായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ടേക്ക് ആക്കി വെച്ചോളൂ. നോക്കൂ, അത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പാകത്തിനായി കിട്ടുന്നത് നമ്മൾ ആ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഉരുളകളായതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇത് കുക്കായി കിട്ടിക്കോളും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് തട്ടി കൊടുക്കാവുന്നതാണ്. 2 ഭാഗവും നന്നായിട്ട് ഒരേപോലെ ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. വളരെ ചുരുങ്ങിയ സമയത്ത് തന്നെ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിക്കോളും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ തട്ടിക്കൊടുത്താൽ മാത്രം മതി. ഇപ്പോൾ നോക്കൂ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിലാകെപ്പാടെ സമയം പോകുന്നത് സോക്ക് ചെയ്യുമ്പോൾ മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എണ്ണ അധികം കുടിക്കാത്ത നല്ലൊരു പലഹാരമാണ്. ഇതിൻ്റെ കൂടെ നമ്മളുടെ സാധാരണ തേങ്ങാ ചമ്മന്തിയോ അല്ലാന്നുണ്ടെങ്കിൽ സോസോ വെച്ച് സെർവ് ചെയ്യാവുന്നതാണ്. നോക്കൂ, നല്ല സ്പോഞ്ചി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടില്ല. ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാകും. ചൂട് ആറുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ് ഒക്കെ പോകും. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു വട നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകും. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പെർഫെക്റ്റ് ആണ്. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.